നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ സെമി ഫൈനൽ ബർത്തിനായുള്ള പോരാട്ടങ്ങൾ മുറുകുകയാണ്. നിലവിൽ ഇന്ത്യയും ന്യൂസിലാൻഡും മാത്രമേ സെമിയിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. ശേഷിച്ച രണ്ട് ടീമുകളാകാൻ സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, അഫ്ഗാനിസ്ഥാൻ എന്നിവരാണ് രംഗത്തുള്ളത്. ഇവരിൽ ആരൊക്കെ സെമിയിൽ ഉണ്ടാകുമെന്ന് ഈ ആഴ്ച തന്നെ ഉത്തരം ലഭിക്കുകയും ചെയ്യും. മരണഗ്രൂപ്പായ ബിയിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയാണ് അഫ്ഗാൻ ടൂർണമെന്റിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. 8 റൺസിന്റെ ത്രസിപ്പിക്കുന്ന വിജയമാണ് അവർ നേടിയത്. അഫ്ഗാന്റെ ഈ മടങ്ങിവരവിനെ ഇന്ത്യയും സൂക്ഷിക്കുക തന്നെ വേണം. കാരണം സെമിയിൽ ഇന്ത്യയുടെ എതിരാളികളായി അവർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ സെമി ഫൈനലിൽ ഏറ്റുമുട്ടാനുള്ള സാധ്യത ഒരുപാടുണ്ട്. ഗ്രൂപ്പ് എയിൽ ഇന്ത്യ ഒന്നാമതും ബിയിൽ അഫ്ഗാൻ രണ്ടാമതും വന്നാൽ സെമിയിൽ ഇരു ടീമുകളുമാകും നേർക്കുനേർ എത്തുക. നിലവിൽ ഗ്രൂപ്പ് എയിൽ ന്യൂസിലാൻഡ് തലപ്പത്തും ഇന്ത്യ രണ്ടാമതുമാണുള്ളത്. 4 പോയിന്റ് വീതമാണ് ഇരു ടീമുകൾക്കും ഉള്ളതെങ്കിലും മികച്ച നെറ്റ് റൺ റേറ്റ് കിവികളെ ഒന്നാം സ്ഥാനക്കാരാക്കുകയായിരുന്നു. ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ഇന്ത്യ ന്യൂസിലാൻഡ് പോരാട്ടമായിരിക്കും ഗ്രൂപ്പ് ജേതാക്കളെ യഥാർത്ഥത്തിൽ തീരുമാനിക്കുക. ഈ മത്സരത്തിൽ ജയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായി സെമിയിലെത്താം. പിന്നെ സംഭവിക്കേണ്ടത് ഗ്രൂപ്പ് ബിയിൽ അഫ്ഗാൻ രണ്ടാമതെത്തുക എന്നതാണ്. നിലവിൽ സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ എന്നിവർക്ക് പിന്നിൽ മൂന്നാമതാണ് അഫ്ഗാനിസ്ഥാൻ ഉള്ളത്. ആദ്യ 2 സ്ഥാനക്കാർക്കും 3 അതുപോലെ തന്നെ അഫ്ഗാന് 2 പോയിന്റാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 3 ടീമുകളിൽ ആർക്കും സെമിയിലെത്താം. സൗത്ത് ആഫ്രിക്കയും ഇംഗ്ലണ്ടും തമ്മിലാണ് അവസാന റൗണ്ടിൽ ഏറ്റുമുട്ടുക. അഫ്ഗാൻ ആകട്ടെ ഓസ്ട്രേലിയയുമായും കൊമ്പുകോർക്കും. ഇംഗ്ലണ്ടിനെതിരെ സൗത്ത് ആഫ്രിക്കയും ഓസീസിനെ അഫ്ഗാൻ ഞെട്ടിക്കുകയും ചെയ്താൽ ഇരു ടീമുകളും സെമിയിൽ എത്തും. സൗത്ത് ആഫ്രിക്ക ഗ്രൂപ്പ് ജേതാക്കളാകുമ്പോൾ അഫ്ഗാൻ 2ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്യും. ഇത് നടന്നാൽ അഫ്ഗാൻ ആയിരിക്കും സെമിയിൽ ഇന്ത്യയുടെ എതിരാളികൾ. മറ്റൊരു സെമിയിൽ സൗത്ത് ആഫ്രിക്കയും ന്യൂസിലൻഡും ഏറ്റുമുട്ടും. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഇതുവരെയുള്ള കണക്കുകൾ എടുത്താൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യക്ക് വ്യക്തമായ മേധാവിത്വം അവകാശപ്പെടാൻ ഉണ്ട്. കാരണം 3 ഫോർമാറ്റുകളിലും ഇതുവരെ ഇന്ത്യയെ വീഴ്ത്താൻ അഫ്ഗാനിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ കാരണം കൊണ്ട് മാത്രം ഇത്തവണ സെമിയിൽ അഫ്ഗാനെതിരെ ഇന്ത്യ തന്നെ ജയിച്ചു കയറുമെന്ന് ഉറപ്പിക്കാൻ സാധിക്കുകയുമില്ല. ഇന്ത്യൻ ടീമിന്റെ സെമി ഫൈനൽ നടക്കുക ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ്. വേഗം കുറഞ്ഞ ഇവിടുത്തെ പിച്ച് സ്പിന്നർമാരെ സഹായിക്കുന്നതുമാണ്. ഇന്ത്യ ഭയക്കേണ്ടതും ഇത് തന്നെയാണ്. കാരണം റാഷിദ് ഖാൻ ഉൾപ്പെടെ ലോകോത്തര സ്പിന്നർമാർ ഉൾപ്പെട്ടതാണ് അഫ്ഗാന്റെ ടീം. അതുകൊണ്ട് തന്നെ ദുബായ് പിച്ചിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ഇവർക്ക് നന്നായി അറിയുകയും ചെയ്യാം. ദുബായിൽ ഒരുപാട് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ളവരാണ് അഫ്ഗാൻ ടീം. അതിനാൽ തന്നെ പിച്ചിനെയും സാഹചര്യങ്ങളെയും കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണയുമുണ്ട്. സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ എന്നിവരെക്കാൾ നന്നായി ഈ പിച്ചിനെ ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കുക അഫ്ഗാന് തന്നെയായിരിക്കും. വിരാട് കോഹ്ലി അടക്കം ഇന്ത്യൻ ടീമിലെ ചിലർ സ്പിൻ ബൗളിങ്ങിനെതിരെ അത്ര മികവ് പുലർത്തുന്നവരല്ല. ഇവയെല്ലാം സെമിയിൽ അഫ്ഗാന് മുതലാക്കുകയും ചെയ്തേക്കും. അതുകൊണ്ട് തന്നെ സെമിയിൽ അഫ്ഗാനാണ് എതിരാളികളെങ്കിൽ ഇന്ത്യ തീർച്ചയായും കരുതുക തന്നെ വേണം.